നമസ്കാരം. വേടന്റെ പിന്നാലെ തൽക്കാലം നമ്മൾ പോകാതിരിക്കലാണ് നല്ലത്. കാരണം ഇതൊരു താൽക്കാലിക ട്രെൻഡാണ്. നമ്മുടെ കുട്ടികൾ ഉത്തര കൊറിയയുടെ ബാൻഡ് സെറ്റിന്റെ പിന്നാലെ ആയിരുന്നു കുറച്ചു കാലമായിട്ട്. ഇപ്പം എന്തായാലും കേരളീയനായ മലയാളിയായ വേടന്റെ പിന്നാലെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു വേസ്റ്റാണ് എന്ന് മക്കൾക്ക് ബോധ്യപ്പെടാൻ കുറച്ച് സമയം പിടിക്കും. ഇടക്കാലത്ത് ഒരു 10-15 വർഷം മുമ്പ് ഷക്കീല എന്ന് പറയുന്ന ഒരു നടിയുടെ വല്ലാത്തൊരു തരംഗം ഉണ്ടായിരുന്നു. നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ ഷക്കീലയുടെ പടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. അതൊരു 5-6 മാസം നീണ്ടുന്നൊരു ട്രെൻഡായിരുന്നു. ആളുകൾക്ക് മടുത്തു. അത് പിന്നെ എല്ലാവരും ഉപേക്ഷിച്ചു. ജാസി ഗിഫ്റ്റിനെ പോലെയുള്ള ഗായകന്മാരുടെ ശബ്ദം പെട്ടെന്നൊരു ആകർഷണം തോന്നിയിട്ടുണ്ട്. നല്ല ഗായകനാണ്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് അവിടെ ആ മേഖലയിൽ എല്ലാ കാലത്തും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് വേടൻ എന്താണ് ചെയ്യുന്നത്? യാതൊരു ബോധവുമില്ലാത്ത ഹിന്ദു പെൺകുട്ടികളെയും ആൺകുട്ടികളെയുമാണ് വേടൻ വശീകരിക്കുന്നത്. SFIയിലൂടെ പ്രവർത്തിച്ച് ജീവിതത്തിൽ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ പോകുന്ന, ഞങ്ങൾ വേടന്റെ ആരാധകരാണ്, വേടൻ എവിടെ, യുദ്ധം നടക്കുന്നൊന്നും ഞങ്ങളുടെ വിഷയമല്ല എന്നൊക്കെ പറയുന്ന കുട്ടികൾ അറിയുന്നില്ല ഞങ്ങൾ എന്തിന്റെ പുറകിലാണുള്ളത്. കഞ്ചാബും മയക്കുമരുന്നും ഒക്കെ അടിച്ച് എന്തൊക്കെയോ പുലമ്പുന്ന വേടനെ പോലെയുള്ള ആളുകൾക്ക് പിന്നാലെ എപ്പോഴും യുവസമൂഹത്തിൽ അറിവില്ലാത്ത ഒരു വിഭാഗത്തെ കാണും. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് ബ്രാൻഡിയാണ്, പാലല്ല. അതായത് ബീവറേജിന്റെ മുന്നിലാണ് നിങ്ങൾ ഏറ്റവും വലിയ ക്യൂ കാണുന്നത്, മിൽമ ബൂത്തിന്റെ മുന്നിലല്ല. ഇവിടെയാണ് നെഗറ്റീവിന് പിറകിൽ സഞ്ചരിക്കുവാൻ ധാരാളം ആളുണ്ടാവും. അത് സ്വാഭാവികമാണ്. ലോകത്തിന്റെ ഭൗതിക നിലവാരം അങ്ങനെയാണ്. ക്രിയേറ്റീവ് മൈനോറിറ്റി എന്ന് പറയുന്നതാണ് ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. 1000 പേരിൽ 10 പേരാണ് ഒരു സമാജത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നാൽ വേടനെ പോലെയുള്ള ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുകയും അയാളുടെ വാദ്യഘോഷങ്ങൾക്ക് അനുസൃതമായിട്ട് തുള്ളുകയും ചെയ്യുന്ന ഒരു പറ്റം ജനതയെ കാണുമ്പോൾ നമ്മൾ സഹതപിക്കുകയും സങ്കടപ്പെടുകയും ഒപ്പം ഇവരെല്ലാം ഹിന്ദുക്കളാണല്ലോ എന്നോർത്ത് വല്ലാത്ത നിരാശയും സ്വാഭാവികമായിട്ട് ഹൈന്ദവ പ്രവർത്തകന്മാർക്കുണ്ടാവാം. കാരണം ഏതൊരു സമാജത്തെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരന്തരം പരീക്ഷണ വസ്തുവാക്കുന്നത്, ഒരു ക്രിസ്ത്യാനിയെ, പ്രത്യേകിച്ച് ഒരു മുസൽമാനെ തൊടുവാൻ കഴിയില്ല ഈ പറയുന്ന ഒരു വേടനും. വേടന്റെ പാട്ടിലെല്ലാം പഴയ ജാതീയതയുണ്ടാവും. ജാതീയതയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പ്രിയപ്പെട്ട വേട ഈ കാലഘട്ടത്തിൽ ഒരു പ്രസക്തിയുമില്ല. ഏത് ക്ഷേത്രത്തിലും പുലയനും പറയനും നായർക്കും നമ്പൂതിരിക്കും ഒരേ സ്ഥാനമുള്ള ഒരു നാടാണിന്ന്. അതിവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടാക്കിയതല്ല. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമി തിരുവടികളും മഹാത്മാ അയ്യങ്കാളിയും മന്നത്ത് പത്മനാഭനും TK മാധവനും പണ്ഡിറ്റ് കറുപ്പനും R ശങ്കറും കുമാരനാശാനും സഹോദരൻ അയ്യപ്പനും ഡോക്ടർ പൽപ്പുവും എല്ലാം ചേർന്നിട്ടാണ് ഇവിടെ നവോത്ഥാനം ഉണ്ടാക്കിയത്. തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ ഉണ്ടായിരുന്നു. അന്ന് അമേരിക്കയിലും അറേബ്യയിലും അടിമ കച്ചവടവും ഉണ്ടായിരുന്നു. ഇത് വേടനെ ആരും പഠിപ്പിക്കില്ല. 100 കൊല്ലം മുമ്പ് പുലയ സമൂഹം അനുഭവിച്ച യാതനകളെ കുറിച്ച് വേടനെ പഠിപ്പിക്കുവാൻ ഇന്നും ഒരുപാട് കമ്മ്യൂണിസ്റ്റുകളുണ്ട്. ഇവിടെ വേടൻ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്പൂതിരി നായരെ ബഹുമാനിച്ചിട്ടില്ല. നായർ ഈഴവനെ ബഹുമാനിച്ചിരുന്നില്ല. അവിടെ കൊണ്ടുപോയിട്ട് നിർത്തരുത്. ഈഴവൻ പുലയനെ ബഹുമാനിച്ചിട്ടില്ല. പുലയന്റെ വീട്ടിൽ പറയനെയും കയറ്റിയിട്ടില്ല. പറയൻ ബഹുമാനിക്കാത്ത സമാജവും സമുദായവും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. എല്ലാവരെയും പീഡിപ്പിച്ചിട്ടുണ്ട്. പവിത്രമായ ഈ ധർമ്മം ഒരുപാട് അന്ധവിശ്വാസങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. വ്യാസോച്ഛിഷ്ടം ജഗൽ സർവം. വേടൻ ഇത് കേൾക്കണം. വ്യാസന്റെ ഉച്ഛിഷ്ടമാണ് ഈ ജഗത്തിലെ സർവ്വതും എന്ന് പറഞ്ഞാൽ 4 വേദങ്ങളും 5 ഉപവേദങ്ങളും 6 വേദാംഗങ്ങളും മഹാഭാരതവും ഭഗവത്ഗീതയും എല്ലാം നമുക്ക് നൽകുവാൻ കാരണക്കാരനായ, വേദങ്ങളെ 4ആയി വ്യസിച്ച ആ വേദവ്യാസൻ കൃഷ്ണദ്വൈപായനൻ എന്ന മുക്കുവനായിരുന്നു എന്ന കാര്യം വേടൻ മറക്കരുത്. അതായത് മുക്കുവന് വേദത്തെ വ്യസിക്കുവാൻ കഴിഞ്ഞിരുന്നു പ്രാചീന അല്ലെങ്കിൽ പുരാതന ഭാരതത്തിൽ എന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കണം. രത്നാകരൻ എന്ന കാട്ടാളന് വാൽമീകിയാകുവാനും ആദികാവ്യം രാമായണം രചിക്കുവാനും കഴിയും എന്ന് മനസ്സിലാക്കണം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇന്നത്തെ യാദവകുല വംശത്തിൽപ്പെട്ട ആളാണ് എങ്കിൽ ആ യാദവകുല വംശത്തിന് ഏത് കാറ്റഗറിയിലാണ് ഇന്ന് വരുന്നത്? OBC ആണ്. ലാലു പ്രസാദ് യാദവ്, മുലായം സിംഗ് യാദവ് ഒക്കെ OBC ആണ്. ഭീമസേനന്റെ ഒരു ഭാര്യയുടെ പേര് ഹിഡുംബി എന്ന കാട്ടു പെണ്ണായിരുന്നു എന്ന് മനസ്സിലാക്കണം. അർജുനന്റെ ഒരു ഭാര്യയുടെ പേര് ഉലൂപി എന്ന മുക്കുവ സ്ത്രീയായിരുന്നു എന്ന് മനസ്സിലാക്കണം. ജാതീയതയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒന്നും പ്രിയപ്പെട്ട വേട ഈ പവിത്രമായ ധർമ്മത്തിന്റെ ഭാഗമായിട്ട് വന്നതല്ല. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളും എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമാജത്തിലും വന്നിട്ടുണ്ട്.
അതിന്ന് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക സമൂഹത്തിലാണ്. ഓരോരോ ഗ്രൂപ്പിന്റെ പേരിൽ ലോകത്തിൽ ഒരു വർഷം മരണപ്പെടുന്ന 20,000-ൽ പരം മുസ്ലിങ്ങളുടെ ചരിത്രത്തെ ഒന്ന് പാടൂ പ്രിയപ്പെട്ട വേട. ഷിയ മുസ്ലിങ്ങളെ സുന്നികൾ കൊന്നുകൊണ്ടേയിരിക്കുന്നു, സുന്നികളെ പറ്റും പോലെ ഷിയാക്കളും കൊന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് പുലയനും പറയുന്നു, നായർക്കും നമ്പൂരിക്കും ഒരു ശബരിമല, ഒരു വൈക്കം, ഒരു കാടാമ്പുഴ. ഇനി വേടൻ അമ്പലത്തിലെ ശാന്തിക്കാരനാകണമോ? 6 മാസത്തെ ട്രെയിനിങ് ഉണ്ട്. ആലുവയിലെ തന്ത്രവിദ്യാപീഠത്തിലാണ്. RSSന്റെ പ്രചാരകനായ മാധവജി സ്ഥാപിച്ചതാണ് ഈ തന്ത്രവിദ്യാപീഠം. അപ്പൊ അവിടെ 6 മാസത്തെ ട്രെയിനിങ്. വേടന് തുള്ളിക്കളിക്കാനുള്ള സമയമായതുകൊണ്ട് സമയമില്ല എങ്കിൽ വേടൻ പറയുന്ന 2 പേരെ തെരഞ്ഞെടുത്തിട്ട് അയക്കൂ. അത് പുലയനോ പറയനോ ഈഴവനോ നായരോ എന്നൊന്നും നോക്കേണ്ടതില്ല. അവിടെ ഉപനയന കർമ്മം നടത്തി അമ്പലത്തിലെ ശാന്തിക്കാരനാകുവാനുള്ള തന്ത്രശാസ്ത്രം എല്ലാം പഠിപ്പിച്ചിട്ട് തിരിച്ചു തരാം. പുലയനും പറയനും നായാടിക്കും ആദിവാസിക്കും എല്ലാം അമ്പലത്തിലെ ശാന്തിക്കാരൻ വരെ ആകാൻ പോകുന്ന കാലഘട്ടത്തിൽ എന്താണ് വേട താങ്കൾ പാടുന്നത്? എന്തിനാണ് 100 കൊല്ലം മുമ്പുള്ള ചരിത്രം ഇങ്ങനെ ഹിന്ദുക്കളെ ഓർമ്മപ്പെടുത്തുന്നത്? ഇന്നിവിടെയാണ് ജാതിയുടെ അതിർവരമ്പുകൾ ഉള്ളത്. താങ്കളുടെ പോലെയുള്ള ആളുകളുടെ മനസ്സിലാണ്. ഇതിനെ പരമാവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഹൈന്ദവ യുവാക്കൾക്കിടയിൽ അരക്ഷിതാവസ്ഥ വളർത്തിയിട്ട് അതിനെ വോട്ട് ബാങ്കാക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. കമ്മ്യൂണിസം ഇന്ന് പരീക്ഷിച്ചിട്ട് ആകെയുള്ളത് ഭാരതത്തിൽ, കേരളത്തിൽ മാത്രമാണ്. 35 കൊല്ലക്കാലം ഇടതടവില്ലാതെ ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്നൊരു വാർഡ് മെമ്പർ പോലുമില്ല പശ്ചിമ ബംഗാളിൽ. ത്രിപുര BJP തൂത്തെറിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. 9 സംസ്ഥാനങ്ങളിൽ പ്രബല ശക്തിയായിരുന്ന രാജ്യസഭയിലും ലോകസഭയിലും പ്രതിപക്ഷത്തായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഗതികേടിന്റെ കാരണമെന്ന് പറയുന്നത് ഈ നാടിന്റെ ദേശീയതയെയും സംസ്കാരത്തെയും ഹിന്ദുവിനെയും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അവിടെയാണ് ഹിന്ദുവിനെ ഇപ്പോഴും തമ്മിലടിപ്പിക്കുവാനുള്ള എന്തെല്ലാം വഴികളുണ്ട് എന്ന് അന്വേഷിച്ചപ്പോൾ വേടനെ പോലെയുള്ള പാവങ്ങൾ അതിലെ വെറും നാടകത്തിലെ കഥാപാത്രങ്ങളായി മാറുന്നു. പ്രിയപ്പെട്ട വേട, താങ്കൾക്ക് അമ്പലത്തിലെ ശാന്തിക്കാരനാകുവാൻ പോലും സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൽ 100 കൊല്ലം മുമ്പ് പുലയ സമൂഹം അനുഭവിച്ച, പറയ സമൂഹം അനുഭവിച്ച യാതനകളുടെ കഥകൾ വീണ്ടും വീണ്ടും പാടേണ്ടതില്ല. അതിന് ഒരു പ്രസക്തിയും ഇല്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം. അടിമ കച്ചവടം ഉണ്ടായിരുന്നു അറേബ്യയിൽ. 10 കൊല്ലം മുമ്പ് വരെ ഇസ്ലാമിക തീവ്രവാദികൾ സിറിയയിൽ യസീദി പെൺകുട്ടികളെ അടിമ ചരക്കുകളായിട്ട് വിറ്റിരുന്നു സിറിയൻ തെരുവോരങ്ങളിൽ എന്നതിന് ഒരു പാട്ട് പാടൂ പ്രിയപ്പെട്ട വേട. അങ്ങനെ നരേന്ദ്രമോദിയെ കുറിച്ചും ഹിന്ദുത്വ ശക്തികളെ കുറിച്ചും എല്ലാം തെറിപ്പാട്ടുകൾ പാടുന്ന താങ്കൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് എന്ന് സ്വയം പരിശോധിക്കൂ. ഒരു പറ്റം സമാജത്തെ, അറിവില്ലാത്ത സമാജത്തെ താങ്കൾ എന്തിനാണ് വഴിതെറ്റിക്കുന്നത്? ഇതുകൊണ്ട് താങ്കൾക്ക് എന്താണ് ലാഭം? ആയിരക്കണക്കിന് യുവതീ യുവാക്കൾ താങ്കളെ കാത്തിരിക്കുന്നു. അവർ താങ്കളെ എന്താണ് മാതൃകയാക്കേണ്ടത്? താങ്കളിൽ നിന്ന് എന്താണ് അവർ പഠിക്കേണ്ടത്? താങ്കളുടെ ഈ പറയുന്ന കോമാളിത്തരങ്ങൾ കേട്ടതിനും കണ്ടതിനും ശേഷം ജീവിതത്തിൽ അവർക്കുണ്ടാകുന്ന പരിവർത്തനം എന്താണ്? ഞാൻ കാരണം ഈ സമാജത്തിന് ഉപകാരമില്ലെങ്കിലും ഉപദ്രവമില്ലാതെ നോക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണെന്ന് പ്രിയപ്പെട്ട വേടനോട് സാദരം അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.